ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ റൂമിൻ്റെയൊക്കെ അറ്റാച്ച്ഡ് ബാത്റൂമിന്, അതായത് മാസ്റ്റർ ബെഡ്റൂമിൽ വരുന്ന അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ അതിൻ്റെ അകത്ത് വരുന്ന ഫിറ്റിങ്സും കാര്യങ്ങളും അതിൻ്റെ മെഷർമെൻറ്റൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് കുളിക്കുന്ന ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. ഡൈവേർട്ടർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ തൊട്ട് താഴെ സ്പൗട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഷവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ ഏരിയയിലേക്ക് കോർണറിലേക്ക് മാറ്റി കൺസീൽഡ് ഫ്ലഷ് വിത്ത് ക്ലോസറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കുളിക്കുന്ന ഏരിയയുടെ ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത് കണ്ട താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു ജസ്റ്റ് ഒന്ന് താത്തിയിട്ടിരിക്കുന്നു. അതായത് ടോട്ടൽ ഫ്ലോറിനേക്കാളും ജസ്റ്റ് ഒരു ഇഞ്ച് താത്തി ഒരു സെപ്പറേറ്റ് ഒരു വേസ്റ്റ് പോകുന്നതിന് ഒരു ട്രാപ്പ് വെച്ചിരിക്കുന്നു. അതിന് കുളിക്കുന്ന വെള്ളം അങ്ങോട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ടും ഡ്രൈ ആയിട്ടിരിക്കുന്നതിനും, അതുപോലെ തന്നെ നമുക്കൊരു ഗ്ലാസിൻ്റെ പാർട്ടീഷൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന രീതിയിലാണ്. ഡൈവേർട്ടറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഡൈവേർട്ടർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒറ്റ ലിവറിൽ തന്നെ ഫുൾ ലിവർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡൈവേർട്ടറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മുകളിൽ ഷവർ കൊടുത്തിട്ടുണ്ട്, അതായത് ഡൈവേർട്ടറിൽ റൈറ്റ് സൈഡിൽ പച്ചവെള്ളവും ലെഫ്റ്റ് സൈഡിൽ ചൂടുവെള്ളം വരുന്ന രീതിയിൽ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹീറ്ററിനുള്ള ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് സോപ്പിൻ്റെ ഡിഷ് കൊടുത്തിരിക്കുന്നു. അതായത് അതിൻ്റെ കോർണറിലാണ് നമ്മൾ കണ്ടോ കുളിക്കുന്ന ഏരിയ ഏകദേശം 100 സെൻറ്റിമീറ്ററാണ് വരുന്നത്. 100 സെൻറ്റിമീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് വാഷ് ബേസിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നമുക്ക് കുളിക്കുന്നതിനും കാര്യങ്ങൾക്കെല്ലാം ഒരു കൺജസ്റ്റഡ് അല്ലാത്ത രീതിയിൽ നല്ല ആവശ്യമായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതിന് 100 സെൻറ്റിമീറ്റർ ധാരാളമായിരിക്കും. പിന്നെ അതിന് തൊട്ടപ്പുറത്തേക്ക് വരുന്ന വാഷ് ബേസിൻ്റെ ഏരിയയാണ്. വാഷ് ബേസിൻ്റെ ഏരിയ നമ്മൾ കൊടുത്തിരിക്കുന്നത് 60 സെൻറ്റിമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഡിസൈൻ ചെയ്ത് തന്നെ കൊടുത്തിരിക്കുന്നത് ടേബിൾ ടോപ്പാണ്. അതിൻ്റെ അടിയിൽ നല്ല ഗ്യാപ്പ് വരുന്ന രീതിയിൽ അതിൻ്റെ ടേബിളിൽ ഉറപ്പിക്കുന്ന രീതിയിൽ, അതായത് ടേബിളിൻ്റെ മുകളിൽ ഉറപ്പിക്കുന്ന വാഷ് ബേസിൻ ഉറപ്പിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു മിറർ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മിറർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വാഷ് ബേസിൻ്റെ ടാപ്പ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഗ്രാനൈറ്റിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്, സൈഡിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ താഴെ നമുക്ക് അത്യാവശ്യം ടൗല് കാര്യങ്ങളൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊരു ഡ്രോ കൂടി ചെയ്യുന്ന രീതിയിലാണ്. ടേബിൾ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്, നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് വയ്ക്കാം. അതായത് ടൗല് കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വയ്ക്കാൻ, നനയാതെ വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻസും നമ്മൾ ടേബിൾ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ നമ്മളൊരു പ്ലഗ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം മിറർ ലാമ്പ്, എക്സോസ്റ്റ്, ഹീറ്റർ, പിന്നെ വരുന്ന നമ്മുടെ ലൈറ്റ്സുകളെല്ലാം അത്യാവശ്യം വരുന്ന ലൈറ്റും അതിൻ്റെ അകത്ത് സീലിംഗ് ലൈറ്റ്സുകളും നമ്മൾ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് സൈഡിലേക്ക് മാറിയിട്ടാണ് നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയ വരുന്നത്. ക്ലോസറ്റിൻ്റെ ഏരിയ അതിൻ്റെ കൺസീൽഡ് ഫ്ലഷാണ് കൊടുത്തിരിക്കുന്നത്. ജെബ്രിറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ കൺസീൽഡ് ഫ്ലഷും, അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ജാഗോറിൻ്റെയാണ്. ഒരു പുതിയ മോഡലാണ്, ജാഗോറിൻ്റെ പുതിയ മോഡലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ജാഗോറിൻ്റെ തന്നെ പുതിയ മോഡൽ എയർ സക്കിങ് സിസ്റ്റമാണ്. നമ്മൾ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് എയർ സക്ക് ചെയ്യുന്ന രീതിയിൽ മൊത്തം വലിച്ചു കൊണ്ടുപോകുന്ന ഒരു എയർ ആയിട്ട് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റത്തിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടാൽ അറിയാം. കണ്ടോ ക്ലോസറ്റിൻ്റെ നമ്മൾ മറ്റുള്ള ക്ലോസറ്റിൽ നമ്മൾ കണ്ടറിയാൻ പറ്റും, അതിൻ്റെ ക്ലോസറ്റ് സീറ്റ് കവർ നമ്മൾ ഇടുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് വന്ന് അടിക്കുന്നതായിരിക്കും. ഇതെല്ലാം സ്ലോ മോഷനിലുള്ള രീതിയിലുള്ള ഡിസൈനിങ് ആണ് ജാഗർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ താഴെ നമുക്ക് നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ നന്നായിട്ട് ഗ്യാപ്പുണ്ട്. അത് നമുക്ക് കഴുകാനും കാര്യങ്ങളൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹെൽത്ത് സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഹെൽത്ത് സെറ്റ് തൊട്ട് മുകളിലായിട്ട് ഹെൽത്ത് സെറ്റിൻ്റെ മുകളിലായിട്ട് ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട്. ഈ വാൽവ് മെയിനായിട്ട് നമ്മൾ കൺസീൽഡ് ഫ്ലഷിന് വേണ്ടിയിട്ടാണ്. കൺസീൽഡ് ഫ്ലഷിന് നിങ്ങൾ വെക്കുന്നതാണ് നല്ലത്, കാരണം കൺസീൽഡ് ഫ്ലഷ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആവുന്ന സമയത്ത് ബാത്റൂം മൊത്തം ക്ലോസ് ചെയ്തിടേണ്ട ആവശ്യമില്ല, ആ വാൽവ് മാത്രം അടച്ചിട്ടാൽ മതിയാവും. പിന്നെ നമ്മൾ സീലിങ്ങിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സീലിങ്ങിൽ നമ്മൾ സെപ്പറേറ്റ് 2 ലൈറ്റ് വന്നിട്ടുണ്ട്, പിന്നെ നോർമൽ ലൈറ്റ് ഒരെണ്ണം വന്നിട്ടുണ്ട്. പിന്നെ ഒരു സീലിംഗ് ലൈറ്റ്സ് എൻ്റെ സൈഡിൽ തന്നെ LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലോസറ്റിൻ്റെ ലെങ്ത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി ഫിനിഷിംഗ് ലെവൽ നമുക്ക്, അതായത് ഫ്ലോറിൽ നിന്ന് ഫിനിഷിംഗ് ലെവൽ 17 ഇഞ്ചിനും 16.5 ഇഞ്ചിനും നമുക്ക് ടോപ്പ് കിട്ടുന്ന രീതിയിൽ വേണം നമുക്ക് കൺസീൽഡ് ഫ്ലഷ് സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ്റെ ഹൈറ്റ്, ടോപ്പ് വരുന്ന ഹൈറ്റ് നമുക്ക് 34 ഇഞ്ചാണ് വരുന്നത്. 34 ഇഞ്ച് അതിൻ്റെ ഉള്ളിൽ വരാവുന്ന രീതിയിലാണ്. ക്ലോസറ്റിൻ്റെ ഏരിയ നമുക്ക് ബാക്കി വരുന്ന സ്ഥലം ഏകദേശം ഒരു 90 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 100 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ മെഷർമെൻറ്റിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.